പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ക്ലാസ് 5-ലെ ബേസിക് സയൻസ് ചാപ്റ്റർ 7 ആണ്. ഇതിനു മുൻപുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ദയവായി ആ വീഡിയോസ് കൂടെ കാണുക. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് അറിവിൻ്റെ ജാലകങ്ങൾ. അറിവിൻ്റെ ജാലകങ്ങൾ. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി കണ്ണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 5ാം ക്ലാസ്സിൽ അത്രയും ബേസിക്കായ കാര്യങ്ങളാണ് പറയുന്നത്. കണ്ണ്. നമ്മുടെ കണ്ണിലുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബം തല കീഴായതായിരിക്കും. റെറ്റിനയിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബം തല കീഴായതായിരിക്കും. ഈ തല കീഴായ പ്രതിബിംബം നേത്രനാഡി വഴി തലച്ചോറിലെത്തി നിവർന്ന പ്രതിബിംബമായി നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന തല കീഴായിട്ടുള്ള പ്രതിബിംബം നേത്രനാഡി വഴി സംവേദങ്ങൾ തലച്ചോറിലെത്തി തലച്ചോറിലെ പ്രവർത്തനം മൂലമാണ് നമ്മൾ പ്രതിബിംബത്തെ നിവർന്നതായി കാണുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയിൽ തല കീഴായിയാണ് രൂപം കൊള്ളുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനം മൂലം തല കീഴായി രൂപം കൊണ്ട പ്രതിബിംബത്തെ നമ്മൾ നിവർന്ന് കാണുന്നു. രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം, ഇംഗ്ലീഷിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് രണ്ട് കണ്ണുണ്ട്. ഈ രണ്ട് കണ്ണ് വെച്ചിട്ട് നമ്മൾ ഒരേ പോയിന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ദ്വിനേത്ര ദർശനം, ബൈനോക്കുലർ വിഷൻ. വസ്തുക്കളെ അകലം, സ്ഥാനം എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ ബൈനോക്കുലർ വിഷൻ, ദ്വിനേത്ര ദർശനം സഹായിക്കുന്നു. വസ്തുക്കളുടെ സ്ഥാനം, അകലം എന്നിവ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? നമ്മളൊരു പൂവ് കാണുന്നു ലെൻസിലൂടെ. അതിൻ്റെ തല കീഴായിട്ടുള്ള പ്രതിബിംബം റെറ്റിനയിൽ രൂപം കൊള്ളുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനം മൂലം നമ്മൾ അത് നിവർന്നതായി കാണുന്നു. അടുത്തത് എന്താണ്? വൈറ്റ് കെയിൻ എന്ന് നോക്കാം. നമുക്ക് കാഴ്ച ശക്തി ഇല്ലാത്തവർക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി വൈറ്റ് കെയിൻ. വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞാൽ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ് വൈറ്റ് കെയിൻ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. അതിൻ്റെ അറ്റത്ത് ഒരു മെറ്റൽ പാർട്ടുണ്ട്. അത് വിവിധ വസ്തുക്കളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യതിയാനത്തിനനുസരിച്ചാണ് കണ്ണു കാണാത്തവർക്ക് വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. വൈറ്റ് കെയിൻ. അടുത്തത് ബ്രെയിൻ ലിപി. അന്ധർക്ക് വേണ്ടിയുള്ള ലിപി സമ്പ്രദായമാണെന്ത്? ബ്രെയിൻ ലിപി. ചിത്രത്തിൽ കാണാം. ഈ പേപ്പറിൻ്റെ പ്രതലത്തിൽ അല്പം പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ ലിപി കാണപ്പെടുന്നത്. കണ്ടുപിടിച്ചത് ലൂയിസ് ബ്രെയിൽ, ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിലാണ് ഇത് ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബ്രെയിൻ ലിപി എന്നറിയപ്പെടുന്നത്, അന്ധർക്കായുള്ള ലിപി സമ്പ്രദായം. ദെൻ ടാക്ടൈൽ വാച്ച്. അന്ധർ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ടാക്ടൈൽ വാച്ച്. ദെൻ ടോക്കിംഗ് വാച്ച്. അപ്പോൾ ടോക്കിംഗ് വാച്ച്, ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിപി, അന്ധർക്കുള്ള ലിപി സമ്പ്രദായം, വൈറ്റ് കെയിൻ, അന്ധർ ഉപയോഗിക്കുന്ന ഉപകരണം, പൊള്ളയായ അലുമിനിയം ദണ്ഡ്. ഇനി നമുക്ക് ചില ജീവികളെ നോക്കാം. അവരുടെ കണ്ണുകളുടെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മരയോന്ത്. ഒരേ സമയം കണ്ണുകളെ 2 ദിശയിലേക്ക് ചലിപ്പിച്ച് ഒരേ സമയം വ്യത്യസ്ത കാഴ്ചകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ 2 കണ്ണ് വെച്ച് ഒരു വസ്തുവിലാണ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത്. മരയോന്തിന് കണ്ണുകളെ 2 ദിശയിലേക്കും ചലിപ്പിച്ച് ഒരേ സമയം വ്യത്യസ്ത കാഴ്ചകൾ കാണുവാൻ സാധിക്കും. മരയോന്ത്, ഓർത്തിരിക്കുക. അടുത്തത് മൂങ്ങ. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കും. തല ഏകദേശം 360 ഡിഗ്രി തിരിച്ച് നേരെ പുറകിലുള്ള കാഴ്ചകൾ പോലും കാണുവാൻ ആർക്ക് സാധിക്കും? മൂങ്ങയ്ക്ക് സാധിക്കും. ഇനി പൂച്ച. മങ്ങിയ പ്രകാശത്തിലും വളരെയധികം കാഴ്ചശക്തി. നമുക്കറിയാം രാത്രിയിൽ പൂച്ചയ്ക്ക് വളരെയധികം കാഴ്ചശക്തിയുണ്ട്. അപ്പോൾ പൂച്ച മങ്ങിയ പ്രകാശത്തിലും വളരെയധികം കാഴ്ചശക്തി. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ചെവിയെ കുറിച്ചാണ്. ചെവിയെ 3ആയിട്ട്
തരംതിരിച്ചിട്ടുണ്ട് ചെവിയുടെ പാർട്സിനെ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതിൽ ബാഹ്യകർണത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം, കർണപടം. ചെവിക്കുട, കർണനാളം, കർണപടം. മധ്യകർണത്തിലാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നീ 3 അസ്ഥി ശൃംഖലകൾ കാണപ്പെടുന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. ഏറ്റവും വലിയ അസ്ഥി നമുക്കറിയാം തുടയെല്ല്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധപ്പെടുത്തുന്ന യൂസ്റ്റേഷ്യൻ നാളി എന്ന ഒരു കുഴലുണ്ട്. അപ്പോൾ യൂസ്റ്റേഷ്യൻ നാളി എന്താണ്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യൂസ്റ്റേഷ്യൻ നാളി. ഇനി ആന്തരകർണം. ആന്തരകർണത്തിൽ പെരിലിംഫ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. പെരിലിംഫ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. ദെൻ വെസ്റ്റിബ്യൂൾ, കോക്ലിയ, അർദ്ധവൃത്താകാരത്തിലുള്ള 3 കുഴലുകൾ എന്നിവയാണ് ആന്തരകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ ആന്തരകർണത്തിൽ പെരിലിംഫ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. വെസ്റ്റിബ്യൂൾ, കോക്ലിയ, അർദ്ധവൃത്താകാരത്തിലുള്ള 3 കുഴലുകൾ എന്നിവയാണ് ആന്തരകർണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഒച്ചിന്റെ തോട് പോലുള്ള ഒരു ഭാഗമാണ് കോക്ലിയ. ഒച്ചിന്റെ തോട് പോലെയുള്ള ഒരു ഭാഗമാണ് കോക്ലിയ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം കോക്ലിയ. ഒച്ചിന്റെ ആകൃതിയിലിരിക്കുന്ന ഏറ്റവും അവസാനം വരുന്ന ആ ഭാഗമാണെന്ത്? കോക്ലിയ. കോക്ലിയയുടെ മധ്യ അറയുടെ ആന്തരഭിത്തിയിൽ നിറയെ സംവേദ കോശങ്ങളുണ്ട്. സംവേദ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ ശബ്ദതരംഗങ്ങൾ വന്ന് തട്ടിയിട്ട് സംവേദ കോശങ്ങളിൽ നിന്നാണ് മെസ്സേജസ് തലച്ചോറിലേക്ക് പോകുന്നത്. ഈ സംവിധാനം അതിസങ്കീർണമാണ്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഓർഗൻ ഓഫ് കോർട്ടി? കോക്ലിയയുടെ മധ്യ അറയുടെ ആന്തരഭിത്തിയിൽ ഉള്ള സംവേദ കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി. ഇനി ബേസിലാർ സ്തരം. ബേസിലാർ സ്തരം എന്ന സ്തരമാണ് കോക്ലിയയെ 3 അറകളായിട്ട് തിരിക്കുന്നത്. അപ്പോൾ കോക്ലിയയെ 3 അറകളായിട്ട് തിരിക്കുന്നത് എന്താണ്? ബേസിലാർ സ്തരമാണ്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞാൽ കോക്ലിയയുടെ മധ്യ അറയുടെ ആന്തരഭിത്തിയിൽ ഉള്ള സംവേദ കോശങ്ങളാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി മൂക്ക്. ആദ്യമായി പറയുന്നത് പാമ്പുകളിലുള്ള ഒരു പ്രത്യേകതരം ഓർഗനെയാണ്. മണം പിടിക്കാൻ പാമ്പുകളിൽ ഉള്ള പ്രത്യേക ഓർഗനാണ് എന്ത്? ജേക്കബ്സൺസ് ഓർഗൻ. എന്താണ്? ജേക്കബ്സൺസ് ഓർഗൻ. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിയാണ് സ്രാവ്. ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ളത് ആർക്കാണ്? സ്രാവിനാണ്. കരയിൽ നായയ്ക്കാണ്. അതുകൊണ്ടിട്ടാണ് നായകളെ എന്തിൽ ഉപയോഗിക്കുന്നത്? പോലീസ് സേനയിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ സ്രാവ്, കരയിലാണെങ്കിൽ നായ. ഇനി മൂക്കിന്റെ പ്രധാന ഭാഗങ്ങളാണ് നാസാരന്ധ്രങ്ങൾ, നാസാഗഹ്വരങ്ങൾ, ശ്ലേഷ്മസ്തരം, ഘ്രാണനാഡി. നാസാരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന, പുറത്തുനിന്ന് കാണുമ്പോൾ കാണുന്ന ആ 2 ദ്വാരങ്ങളാണ്. നാസാഗഹ്വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഴല്. ശ്ലേഷ്മസ്തരം നമ്മുടെ മൂക്കിന്റെ അകത്തുള്ള മ്യൂക്കസിനെയാണ് ഈ പറയുന്നത്. പുറത്തു നിന്നുള്ള പൊടികളെയൊക്കെ തടഞ്ഞു നിർത്തുന്നതും രോമങ്ങൾക്കും ഈ ശ്ലേഷ്മസ്തരത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഘ്രാണനാഡി, നമ്മുടെ സ്മെല്ലെത്തുമ്പോൾ സംവേദകോശങ്ങൾ മെസ്സേജസ് തലച്ചോറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഘ്രാണനാഡി. അടുത്തത് നാക്ക്. ഭക്ഷണം ചവയ്ക്കുന്നതിനും വിഴുങ്ങുന്നതിനും സഹായിക്കുന്ന അവയവമാണെന്ത്? നാക്ക്. മാത്രമല്ല രുചി അറിയുന്നതിനുള്ള ഇന്ദ്രിയവുമാണ് നാക്ക്. അപ്പോൾ നാക്ക് എന്തിനൊക്കെയാണ്? രുചി അറിയാൻ, ചവയ്ക്കാൻ, വിഴുങ്ങുന്നതിന്. നാവിൻ്റെ പുറംതൊലിയിൽ ഭൂരിഭാഗവും സ്വാദറിയാനുള്ള മുകുളങ്ങളാണ്. നാവിൻ്റെ സുഗമമായ ചലനം സംസാരത്തിനും സഹായിക്കുന്നു. അപ്പോൾ നാക്ക് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? ഭക്ഷണം ചവച്ചരയ്ക്കാൻ, വിഴുങ്ങാൻ, രുചി അറിയാൻ, സംസാരത്തിന് എന്നിവ നാക്ക് സഹായിക്കുന്നു. രസകുമിളകൾ സ്ഥിതി ചെയ്യുന്നത് എന്തിലാണ്? നാക്കിൽ കാണുന്ന പാപ്പില്ലകളിലാണ് രസകുമിളകൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, നാക്കിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ ഓരോ രുചിയും അറിയപ്പെടുന്ന രസമുകുളങ്ങൾ, രുചിയുടെ രസമുകുളങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? മധുരം ഏറ്റവും തുമ്പത്താണ്. ഉപ്പ് ഫ്രണ്ട് ഭാഗത്ത് സൈഡിലായിട്ടാണ്. ഏറ്റവും പുറകിലാണ്, നാക്കിൻ്റെ ഏറ്റവും പുറകിലാണ് എന്തുള്ളത്? കയ്പ് രസം. അതിന് മുൻപിലായിട്ട് പുളിരസം. അപ്പോൾ 5 പ്രധാനപ്പെട്ട രസങ്ങൾ ഏതൊക്കെയാണ്? മധുരം, ഉപ്പ്, പുളി, കയ്പ്. അടുത്തത് ത്വക്ക്.
ത്വക്ക് സ്പർശനം അറിയുന്നു. നമ്മൾ സ്പർശനം അറിയുന്നത് എന്തിലാണ്? ത്വക്കിലാണ്. ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും എന്താണ്? ത്വക്കാണ്. ശരീരത്തിന് നിറം നൽകുന്ന തവിട്ട് നിറത്തിലുള്ള വസ്തുവാണ് എന്ത്? മെലാനിൻ. അപ്പോൾ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും എന്ത് തന്നെയാണ്? ത്വക്ക് തന്നെയാണ്. സ്പർശനം അറിയാൻ സഹായിക്കുന്നു, ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, ശരീരത്തിന് നിറം നൽകുന്ന തവിട്ട് നിറത്തിലുള്ള വസ്തുവാണ് മെലാനിൻ. ഈ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ആൽബിനിസം. നമ്മൾ ചില പ്രത്യേക ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലേ, സാധാരണയിൽ വ്യത്യസ്തമായിട്ട് ഒരു വെള്ള കളറ് വന്നിട്ട്, അതെന്താണ്? ഈ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. അതിൻ്റെ പേരാണ് ആൽബിനിസം. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് നൽകുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ, 5 അവയവങ്ങളാണ് എന്ത് അറിയപ്പെടുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കാരണം ഈ 5 അവയവങ്ങളിലൂടെയാണ് നമ്മൾ ചുറ്റുപാടിനെ കുറിച്ച് അറിയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് ഗന്ധം അറിയുന്നു, നാക്കുകൊണ്ട് രുചി അറിയുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശനം അറിയുന്നു. അപ്പോൾ ഈ 5 ഓർഗൻസ് കൊണ്ടിട്ടാണ് നമ്മൾ എന്തറിയുന്നത്? ചുറ്റുപാടിനെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇവ ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസറി ഓർഗൻസ് എന്ന് അറിയപ്പെടുന്നു. മനുഷ്യനിൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് എന്ത്? ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്? സ്നെല്ലർ ചാർട്ട് എന്നാണ്. സ്നെല്ലൻ ചാർട്ട് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. നമ്മൾ കണ്ണ് പരിശോധിക്കാൻ ആശുപത്രിയിൽ ചെന്നാൽ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രാഥമിക രീതി സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചിട്ടാണ്. നമ്മളൊരു 6 മീറ്റർ അകലത്തിൽ നിർത്തിയിട്ട് ഇത് വായിപ്പിക്കും അല്ലേ. ഏകദേശം കുറച്ച് ദൂരത്ത് നിന്നിട്ട് ഇത് വായിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടാണ് വായിക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ അക്ഷരം, താഴേക്ക് വരുന്തോറും അക്ഷരങ്ങൾ ചെറുതായി വരും. അപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രാഥമിക രീതിയാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. എന്നാലും എക്സാമിന് വരുന്ന പോയിന്റ്സ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? കണ്ണിനെ കുറിച്ച് പറഞ്ഞു, ദെൻ ദ്വിനേത്ര ദർശനം, ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് പറഞ്ഞു, കുറച്ച് ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു, അന്ധരായവർ ഉപയോഗിക്കുന്നതും അന്ധരായവരുടെ ലിപിയും ഒക്കെ, ബ്രെയിൻ ലിപി, വൈറ്റ് കെയിൻ എന്നിവ. ദെൻ ചെവി പറഞ്ഞു, കോക്ലിയ, ഓർഗൻ ഓഫ് കോട്ടി, ബേസിലാർ സ്തരം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എക്സെട്ര കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ മൂക്കിനെ കുറിച്ച് പറഞ്ഞു, നാക്ക്, ത്വക്ക്. ദെൻ ഇവയെല്ലാം ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസറി ഓർഗൻസ് എന്ന് പറഞ്ഞത്. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? സ്നെല്ലൻ ചാർട്ട് എന്ന്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായി വരുന്നത് വരേക്കും താങ്ക്